അപ്പോൾ നല്ല മാമ്പഴ സീസണാണല്ലോ. അപ്പോൾ മാമ്പഴം പൾപ്പാക്കി എടുത്തിട്ട് അതുപയോഗിച്ച് നമുക്കൊന്ന് പുട്ടുണ്ടാക്കിയാലോ. സാധാരണയായി മാങ്ങപ്പുട്ട് നമ്മൾ സാധാരണ പുട്ട് നനച്ചിട്ട് പുട്ടുകുറ്റിയുടെ ഇടയ്ക്കായിട്ട് തേങ്ങയോടൊപ്പം ചെറിയ മാങ്ങയുടെ പീസൊക്കെ വച്ചിട്ട് സാധാരണ അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് മാങ്ങ നന്നായിട്ട് മിക്സിയിൽ അരച്ച് പൾപ്പാക്കിയതിന് ശേഷം പുട്ടുപൊടിയിൽ മിക്സ് ചെയ്ത് നമുക്കൊന്ന് പുട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു കേട്ടോ ഈ മാമ്പഴം അവരുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പം അതിന് നന്നായിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തായിരുന്നു. അപ്പം മധുരം അല്പം കുറവായതുകൊണ്ട് ഞാൻ അല്പം മധുരത്തിന് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് മധുരം നോക്കിയിട്ട് നമുക്ക് മാങ്ങാപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് എനിക്ക് നല്ല മധുരം വേണം, അതുകൊണ്ടാണ്. അപ്പം അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ മാങ്ങയുടെ പൾപ്പ് മാത്രം മതി, അതൊന്ന് വിരകിയെടുക്കാം. പെട്ടെന്ന് പുട്ടിന് നനഞ്ഞ് കിട്ടും അത്. അപ്പോൾ ഞാനിപ്പോൾ പുട്ടിന് തേങ്ങ തിരികെ ആ ചിരട്ട തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ചിരട്ട അല്ലാതെയുള്ള സ്റ്റീലിലുള്ള ചിരട്ട, പുട്ടുണ്ടാക്കുന്ന ചിരട്ട ആ പാത്രം എൻ്റെ വീട്ടിലില്ല, അതുകൊണ്ടാണ്. അപ്പം സാധാരണ ചിരട്ട എടുത്തു, അതിലൊരു ചെറിയ കണ്ണിലൊരു ചെറിയ കുത്തു കൊടുത്തപ്പോൾ ഒരു ഹോളായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഇട്ടു. അതിൻ്റെ പുറത്ത് നമ്മൾ നനച്ച് വെച്ചേക്കുന്ന മാമ്പഴത്തിൻ്റെ നല്ല മഞ്ഞ കളറിലിരിക്കുന്നുണ്ടല്ലോ, ശരിക്കും മാമ്പഴമാണ്, ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതും ഇട്ട് അതിൽ കൂടെ തേങ്ങ ഇട്ടു. നമുക്ക് അതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ശർക്കര ഇടുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ നുറുക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓപ്ഷണലാണ്, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു മാങ്ങ എടുത്തിട്ട് പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തണേ, സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ പറയണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റിലൊന്ന് ഇട്ടേക്കണേ. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന്. മാങ്ങ പൾപ്പാക്കി ഞാൻ ആദ്യമായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നി, നല്ല മഞ്ഞ കളറിലിരിക്കുന്നതൊക്കെ കണ്ടിട്ടേ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.